ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ചേട്ടൻ്റെ കൊച്ചിനെ കാണാൻ വേണ്ടി പിറവത്തേക്ക് പോവാണ്. ഞാനും മമ്മിയും പപ്പയും മോച്ചും അന്നാമിയൊക്കെ ഉണ്ട് കേട്ടോ. ചേട്ടൻ ഇന്നലെ തന്നെ പോയിട്ടുണ്ട്. നമ്മളും ഇന്നലെ പോകാൻ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ കൊച്ചിന് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് മാറ്റിയതാണ് കേട്ടോ. അതായത് ശനിയാഴ്ചത്തേക്ക് മാറ്റിയതാണ്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷം കണ്ടിട്ട് വരാം കേട്ടോ. മോച്ചും മമ്മിയും ദേ ബാക്കിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഫ്രണ്ടിലാണ് ഇരുന്നത്. അത് കണ്ടപ്പോൾ അന്നാമി ചാട്ടി കയറി എൻ്റെ അടുത്തേക്ക് വന്നിരുന്നുണ്ട് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഫ്രണ്ടിലിരുന്നത്. പക്ഷെ ഈ കുരിപ്പ് ഒന്നിനും സമ്മതിച്ചില്ല. മോച്ചുവിന് വെക്കേഷനൊക്കെ തുടങ്ങിയോണ്ട് തന്നെ അവൻ്റെ സൈക്കിൾ നന്നാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വൈകിട്ട് കിട്ടും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടർന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് സൂര്യൻ വന്ന് തന്നെ ഉമ്മയൊക്കെ വെച്ചിട്ട് പോകുന്നുണ്ടായിരുന്നേ. അങ്ങനെ അതിസാഹസികമായിട്ട് ഞങ്ങൾ പെരുമ്പാവൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ ദൈവത്തിനറിയാം എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതുമാതിരി ചൂടും അതുമാതിരി ബ്ലോക്കായിരുന്നു കേട്ടോ. പിന്നെ കാലടിയിൽ ബ്ലോക്ക് ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, അങ്കമാലിയും കാലടി എന്ന് പറഞ്ഞാൽ ബ്ലോക്കിൻ്റെ മെനയായിരിക്കും. രാവിലെ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് തന്നെ അന്നമോൾക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിട്ടാ. അപ്പം അന്നമോൾ ചെറുതായിട്ടൊന്ന് കണ്ണടിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും പപ്പ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി ഉണ്ണിയപ്പം വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടോ. ഇവിടുത്തെ നല്ല ഉണ്ണിയപ്പാന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കാൻ പോയതാ. പക്ഷേ അവിടെ 9 മണിയാവണം കട തുറക്കാൻ. അങ്ങനെ വെറും കൈയോടെ തിരിച്ചു വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ഇത് കണ്ടപ്പോൾ ഒന്ന് വണ്ടി ചവിട്ടിയിട്ടുണ്ടേ. വേറൊന്നും കൊണ്ടല്ല, നമ്മളുടെ പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയായിരിക്കും. ചേട്ടൻ്റെ കൊച്ചിനെ കാണാൻ എന്ന് പിറവത്ത് പോയിട്ടുണ്ടോ അന്നൊക്കെ നമ്മൾ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്ത് ഭംഗിയാണെന്നറിയോ ഇത് കാണാൻ. ഇത് പെരുമ്പാവൂരിനടുത്തുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ശരിക്കും പേര് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. മോച്ചുവിനും അന്നാമിക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. മോച്ചുവിനാണ് ഏറ്റവും ഇഷ്ടം. കാരണം അവൻ എപ്പോഴും കാണുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. എന്ന് പോയാലും അവനെ നിർത്തി കാണിച്ചു കൊടുക്കും. അന്നമോൾക്ക് അനിമൽസിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതൊന്നും അത്രയ്ക്ക് ആസ്വദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിനെ കിട്ടൂല കേട്ടോ. പക്ഷെ മോച്ചുവിന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ വഴി പോകുന്നുണ്ടെങ്കിൽ പതി ഇതൊക്കെ നിർത്തി ആസ്വദിച്ചിട്ടൊക്കെ പോയാൽ മതിയെന്നേ. വിശപ്പിൻ്റെ വിളി എന്നൊക്കെ പറയൂലേ, അത് ശരിക്കും ഞങ്ങളെ വിളിച്ചുകൊണ്ടിർത്തിട്ടോ. സത്യം പറഞ്ഞാൽ വിശന്ന് പണ്ടാറടങ്ങി പോയിട്ടുണ്ട് കേട്ടോ. ഒരു ചായ കുടിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ ഹോട്ടലൊക്കെ നോക്കിയിട്ട് കണ്ടില്ല. അറ്റ് ലാസ്റ്റ് ഇത് കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി. പിന്നെ ഞങ്ങൾ റോഡൊക്കെ ക്രോസ് ചെയ്ത് ഇങ്ങനെ എത്തിയിട്ടുണ്ട്. അന്നമോൾക്കാണെങ്കിൽ ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് ഒന്ന് സൈഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ കിട്ടണ വരെ വെയിറ്റ് ചെയ്യണമല്ലോ. ഇവിടെ സത്യം പറഞ്ഞാൽ ഭയങ്കര ഷോക്കായിരുന്നു കേട്ടോ. കാരണം ആകെ നൂൽപുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മൾ രാവിലെ തന്നെ ചെന്നിട്ടാണോ അതോ ഇനിയിപ്പോൾ ഗ്യാസിൻ്റെ ഒക്കെ ക്ഷാമം ഉള്ളതുകൊണ്ട് ആണോ എന്നൊന്നും അറിയില്ല. പൊറോട്ട വേണമെങ്കിൽ ഉണ്ടാക്കി തരാം എന്നുള്ള രീതിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിത് കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചായയൊക്കെ കുടിച്ച് അങ്ങനെ നമ്മളിത് കഴിച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് പാല് വാങ്ങിച്ചിട്ടുണ്ട്, കുപ്പിയിലേക്ക് നിറച്ചിട്ടുണ്ടേ. ഈ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ബാത്റൂം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു ഇടവഴിയാണ് കാണിച്ചു തന്നത്. പിന്നെ നമ്മുടെ ആവശ്യമായതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത്രയും നേരം ട്രാവൽ ചെയ്തതല്ലേ. അപ്പോൾ പിന്നെ കൊച്ചിനും മൂത്രമൊക്കെ ഒഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിനെയൊക്കെ ഒന്ന് മുള്ളിച്ചൊക്കെ കഴിച്ചിട്ട് നമ്മളത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതെനിക്ക് എടുത്തിരുന്നത് എൻ്റെ അമ്മയാണ് കേട്ടോ. എൻ്റെ അമ്മയാണ് ഈ വീഡിയോ എടുക്കുന്നത്. എല്ലാം പറഞ്ഞപ്പോൾ ഞാൻ ഇവനെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതാണ് നമ്മുടെ വെള്ളിമൂങ്ങ. ഇതാണ് ഞങ്ങളുടെ ജീവനും സ്വത്തുമായ വണ്ടി. അപ്പം ഞങ്ങളെല്ലാവരും കൂടി അതിലേക്ക് അങ്ങ് കയറിയിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ കാറും കൊണ്ടാട്ടോ പോയത്. ഇനിയിപ്പോൾ കാറുണ്ടെങ്കിൽ തന്നെയായാലും അപ്പൻ ഈ വണ്ടിയിൽ ഞങ്ങൾ കയറ്റുള്ളൂ. വേറൊന്നും കൊണ്ടല്ല കേട്ടോ. അപ്പൻ ഇതിൽ പോകുമ്പോഴൊരു സുഖം കിട്ടുള്ളൂ. വണ്ടി വീട്ടിൽ കടന്നാൽ പോലും അപ്പൻ ഈ വണ്ടി എടുത്തിട്ടേ എങ്ങോട്ടെങ്കിലും പോവുള്ളൂ. ബൈക്കിൽ പോകാനുള്ള ദൂരമാണെങ്കിൽ പോലും ഈ വണ്ടി എടുക്കും. എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പൻ ഈ വണ്ടീനോട് ഭയങ്കര പ്രേമമാണ്. അങ്ങനെ ഒരുപാട് പരിശ്രമത്തിനൊടുവിൽ കുന്നും മലകളൊക്കെ താണ്ടി ഇതാ ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു. എവിടെയാണ്? പിറവത്ത്. നിങ്ങൾക്കൊക്കെ പിറവം കണ്ട് വലിയ പരിചയം ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഞങ്ങളൊരു 3 വർഷം മുമ്പാട്ട് ഇത് കണ്ടു തുടങ്ങിയത്. കാരണം 3 വർഷം മുമ്പാണ് ചേച്ചി വീട്ടിലേക്ക് വന്നത്. അപ്പോഴാണ് നമ്മൾ ഈ സ്ഥലമൊക്കെ കാണുന്നത്. അപ്പോൾ ദീ കാണുന്ന കാറ് കിടക്കുന്ന വീടാണ് നമ്മുടെ വീടാണിത്. അങ്ങനെ ഞങ്ങൾ കാണാൻ വന്ന ആളെയൊക്കെ ഞങ്ങൾ പൊക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. പപ്പ അവനെ പൊക്കിയെടുക്കാൻ ശ്രമിക്കും തോറും അവൻ ബലം പിടിച്ച് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു തോക്കൊക്കെ എടുത്തിട്ട് അങ്ങനെ കണസാ വെടിയൊക്കെ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരെയും പിടിച്ച് വെറുതെ കടന്ന് വെടി വെക്കുന്നുണ്ടായിരുന്നേ. അന്നമോളും ഇവനും തമ്മിൽ 3 മാസത്തെ വ്യത്യാസമുള്ളൂ കേട്ടോ. വെറും 3 മാസത്തെ വ്യത്യാസം. അപ്പോൾ ഇവർ തമ്മിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞറിയിക്കണ്ടല്ലോ. എൻ്റെ പൊന്നടവേ, ഇവർ തമ്മിൽ കണ്ട അപ്പം തുടങ്ങും. അന്നമോള് ആ കാര്യത്തിൽ ഭയങ്കര പാവാണെന്ന് വേണമെങ്കിൽ പറയണം കേട്ടോ. ലാമേക്കാണ് കുറച്ചും കൂടി
ആ സംഭവം. പിന്നെ ഞാൻ മുറ്റത്തേക്കൊന്ന് ഇറങ്ങി, റംബൂട്ടാൻ പൂത്തൊന്നറിയാൻ വേണ്ടിയാണ് ശരിക്കും ഇറങ്ങിയത്. പക്ഷെ എന്ത് കാര്യം, അത് പൂത്തിട്ടില്ല. അപ്പൊ പിന്നെ ആരും അറിയാത്ത രീതിയിൽ ഈ ഒരു പോസ് ഇട്ടിട്ട് അകത്തേക്ക് കയറി പോവാ. വീട്ടിൽ നിന്ന് വന്നപ്പോ ചക്കയൊക്കെ കെട്ടിപ്പറക്കി കൊണ്ടുവന്ന കാരണം ചെക്കൻ അതും പിടിച്ച് ഒരു ഫോട്ടോയൊക്കെ എടുപ്പിച്ചിട്ടുണ്ടേ. ഈ ഒരു ചൂടത്ത് ഈ ഒരു വെള്ളം കിട്ടാന്ന് പറഞ്ഞാൽ സ്വർഗ്ഗമാണ്, സ്വർഗം. അങ്ങനെ അതും കുടിച്ചിട്ടുണ്ട് കേട്ടാ. ആ തണുപ്പൊന്ന് ശമിപ്പിക്കാൻ വേണ്ടി ഒരു ചൂടൻ ചായ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അത് കുടിച്ചിട്ടാ. അപ്പോഴാണ് അന്നമോൾ ഇവിടെ ഇരുന്ന് മുന്തിരിയൊക്കെ അരിഞ്ഞരിഞ്ഞ് കഴിക്കണ്. എങ്ങനെയായാലും കഴിച്ചാൽ പോരെ, എന്തിനാണ് ഇങ്ങനെ അരിഞ്ഞു കഴിക്കണേന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല കേട്ടാ. അപ്പോഴേക്കും നമ്മുടെ ആശാന്തെ തോക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. വെടിവെച്ചിടല് അതാണ് ഇവന്റെ മെയിൻ. എക്കത്തിനെ പിടിച്ച് അങ്ങ് കുണസ വെടിയൊക്കെ വെച്ചിടുന്നുണ്ട് കേട്ടാ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചേട്ടൻ്റെ റൂമിൽ കയറി. അവിടെയാണ് ഒന്ന് AC ഉള്ളത്. അപ്പോൾ ഒന്ന് കൂളാവാന്ന് വിചാരിച്ച് കയറിയതാണ്. അപ്പോഴേക്കും 3 കൂടി അടുത്ത പ്രശ്നത്തിനുള്ള തിരിയിട്ട് തുടങ്ങിയിട്ടുണ്ടേ. കിടക്കണ മുതലുണ്ടല്ല, അന്നാമീനെ പിടിച്ചൊരു തള്ളിയിട്ട് കിടക്കണ കിടപ്പാണ്. അന്നാമിനെ പിടിച്ച് തള്ളുകയും അന്നാമി കരഞ്ഞു പോവുകയൊക്കെ ചെയ്തു. പിന്നെ പുള്ളിക്കാരൻ ആ ഒരു ഇത് മറയ്ക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് കൂടെ കുറച്ചു നേരം കിടന്നു വിട്ടാ. പിന്നെ ഞാൻ അവനെ ഒന്ന് ഭീഷണിപ്പെടുത്തി, കുറുക്കം വരും എന്ന് പറഞ്ഞുകൊണ്ട്. അതാണ് ഈ കണ്ണടച്ച് ഇങ്ങനെ കിടക്കണത്. സ്നേഹം വെറുതെ അഭിനയിക്കല്ല കേട്ടോ, സത്യമായിട്ട് അവൻ എന്നോട് ഭയങ്കര സ്നേഹമാണ്. അവൻ്റെ ആകെ ഉള്ളൊരു ആൻറ്റിയല്ലേ, അപ്പോൾ ആ ഒരു സ്നേഹം ഇല്ലാതിരിക്കില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ ചാച്ചൻ ഫുഡ് കഴിക്കാൻ വിളിച്ച്. അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടാ. ഫുഡ് കഴിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ നേരത്തെ കൂട്ടി എടുത്തു വെച്ചതാണേ. ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞ് വന്ന അന്നാമിനെ ഞാൻ ചെയറിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കേട്ടാ. ഇന്ന് ഇവിടെ പാർട്ടിയുടെ മീറ്റിംഗ് നടക്കുന്നുണ്ട്, അതിന് വേണ്ടി കൊണ്ടുവന്ന ചെയറാട്ടത്. അതൊക്കെ കഴിഞ്ഞപ്പോൾ നൈസായിട്ട് അന്നാമിനെ ഞാൻ സൈക്കിളിൽ കയറ്റിയിട്ടാ. ഇത് വേറൊന്നിനല്ല, എനിക്ക് ഇവിടെ നിന്ന് മുങ്ങാൻ വേണ്ടി ഞാൻ കയറ്റിയിരുത്തിയതാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് മുങ്ങി ഇവിടെ പൊങ്ങി. ഇവിടെ വീടിൻ്റെ അടുത്ത് നല്ലൊരു സ്ഥലമുണ്ട്, കാണാൻ വരുന്നുണ്ട്. ആ പാടാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, കയറിപ്പോയിട്ടാ. വേറെ ഒന്നും കൊണ്ടല്ല, പപ്പയാണെങ്കിൽ ഒരു സ്ഥലത്തും കൊണ്ടുപോകാറില്ല കേട്ടാ. പപ്പയ്ക്ക് തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എങ്ങും പോകാറില്ല. അപ്പം ആരെങ്കിലൊക്കെ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ ഞാൻ ചാടിക്കയറി പോവാറുണ്ടേ. നെല്ലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് എത്ര അടുത്തിരുന്ന് കാണുന്നത്. അതിൻ്റെ ഒരു സന്തോഷം എൻ്റെ മുഖത്ത് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. അതെ, നിങ്ങൾ നോക്ക് ആ സന്തോഷം കണ്ട. അങ്ങനെ പതിയെ ഈ പാടത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വിട വാങ്ങിയിട്ടോ. ഇനി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ടേക്കുള്ള യാത്രയാണ്. അപ്പം ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് എത്തിയത് ചാച്ചൻ്റെ ഓട്ടോയിലാട്ടാ. അപ്പം ചാച്ചൻ ഓട്ടോ ഓടിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ പെൺകുട്ടി. ഇവിടെ കണ്ടപ്പോൾ ഒന്ന് വണ്ടി സൈഡാക്കി എന്നെ ഒന്ന് കാണിച്ചൊക്കെ തന്നു കേട്ടാ. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. സത്യം പറയാലോ, ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം എനിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടാ. അങ്ങനെ കുറച്ചു നേരം വായം പൊളിച്ച് അവിടെയൊക്കെ നോക്കിയിരുന്നേ. അതിനുശേഷം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടാ. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയിട്ടാ. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നേ കാണാനൊക്കെ. ചേച്ചിയുടെ എൻഗേജ്മെൻറ്റിൻ്റെ ആ ഒരു ഫോട്ടോയൊക്കെ എടുക്കണത് ഇവിടെ വെച്ചാട്ടാ. നല്ല രസമുണ്ടായിരുന്നേ. അതിനുശേഷം ചാച്ചൻ എനിക്ക് 3 രാജാക്കന്മാരുടെ പള്ളി കാണിച്ചു തന്നേ. ഇതിനുശേഷം ചാച്ചൻ തന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയും പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോരുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കണത്. അതായത് നമ്മൾ പോരുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കണ്ടേന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, വണ്ടർലയിൽ നമ്മൾ മറ്റേ റൈഡിലൊക്കെ കയറൂലേ, ആ ഒരു ഫീലായിരുന്നു കേട്ടോ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത്. അന്നമോളാണെങ്കിൽ വണ്ടി കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ ഉറങ്ങും. അതുപോലെ തന്നെ ഇപ്പോഴും അവൾ നല്ല ഉറക്കമായിട്ടുണ്ട് കേട്ടോ. സുന്ദരി പെണ്ണ് കിടന്ന് ഉറങ്ങണണ്ടാ. അങ്ങനെ മോച്ചുവിൻ്റെ സൈക്കിളൊക്കെ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ സന്തോഷം ആ ചെക്കൻ്റെ മുഖത്ത് കറക്റ്റായിട്ട് വിരിഞ്ഞ് നിൽക്കണ്ടേ. നിങ്ങൾക്ക് കണ്ടൂടെ ആ സന്തോഷം. ഇനിയിപ്പോൾ ഇത് വീട്ടിൽ ചെല്ലുമ്പോൾ വലിയൊരു അടിക്കുള്ള കോളാട്ടോ, ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. പിന്നെ ഒരു ഷെയ്ക്ക് കുടിച്ചിട്ടുണ്ട്. എപ്പോൾ യാത്ര പോയാലും ഈ ഷെയ്ക്ക് പതിവാണേ. ഈ ഒരു തോട് കണ്ടോ, ഇത് കോതായി തോടാണേ. കഴിഞ്ഞ ദിവസം ഒരാളെ വെടിവെച്ച് കൊന്നത് അവിടെയാണേ. നമ്മുടെ അമ്പലപ്പാറ. അങ്ങനെ ഞാൻ വീടിൻ്റെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ. അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണെന്നല്ല, അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. അടുത്ത ദിവസം വേറെ നല്ല കണ്ടൻറ്റൊക്കെ ആയിട്ട് ഞാൻ വരും. അപ്പം എന്തായാലും എല്ലാവർക്കും ടാറ്റാ.